പി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ A to Z എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ERPയുടെ ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഓഡു സോഫ്റ്റ്വെയറിലേക്ക് ഏകദേശം 7 മില്യൺ ആളുകളാണ് ഓഡു സോഫ്റ്റ്വെയറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കോസ്റ്റ് കുറവാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, അങ്ങനെ പല രീതിയിലും എഫക്റ്റീവ് ആയിട്ടുള്ള, അവർക്ക് ബഡ്ജറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ERPയും കൂടിയാണ് ഈ പറയുന്ന ഓഡു. നിങ്ങൾ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഒരു ലിങ്ക് ആയിട്ടുള്ള ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ബിസിനസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് CRM മുതലാണ്. അതായത് ഒരു ബിസിനസ്സിലേക്ക് ഒരു ലീഡ് വരുന്നു, ആ ലീഡ് ഓപ്പർച്യൂണിറ്റി ആവുന്നു, ഓപ്പർച്യൂണിറ്റി അതിന്റെ സെയിൽ കൊട്ടേഷൻ ആവുന്നു. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ CRM എന്ന് പറയുന്ന മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഈ CRMൽ ഒരു ലീഡ്, ഇപ്പൊ ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഡുകളൊക്കെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ കാണും. അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് ആയിട്ട് അതൊരു ലീഡാണ്. ആ ലീഡ് നമ്മൾ വിളിച്ച് കോൾ ചെയ്ത് അതൊരു സ്റ്റേജുകളുണ്ട്. ആ കസ്റ്റമറെ നീഡ് അനുസരിച്ച് സംസാരിച്ച് എല്ലാം കൺഫേം ചെയ്തതിനു ശേഷം അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നു. അതായത് ആ കസ്റ്റമർക്ക് ഓക്കെ ആണ് നമുക്ക് ഈ ഒരു സാധനം വാങ്ങാൻ അല്ലെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ഓക്കെ, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നു. അത് ലീഡിൽ നിന്ന് അത് ലോസ്റ്റ് ആവാം, ഓൺ ആവാം, രണ്ടും വേണമെങ്കിലും ആവാം. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു, കൊട്ടേഷൻ ആയിട്ട് മാറുന്നു, അതൊരു സെയിൽസ് ആയിട്ട് മാറുന്നു. അത് വേണ്ടിയിട്ട് അതിൽക്ക് വേണ്ടിയിട്ട് ഈ CRM ലീഡിൽ നിന്നും ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊട്ടേഷൻ ആകുമ്പോൾ ഡയറക്റ്റ് അത് സെയിൽസ് മൊഡ്യൂളായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഇനി സെയിൽസ് മൊഡ്യൂളിലെ കൊട്ടേഷൻ ഇഷ്യൂ ചെയ്ത് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെയിൽസ് ഓർഡർ ആയിട്ട് മാറുന്നു. ഈ ഒരു സെയിൽസ് ഓർഡർ ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെന്ററി മൊഡ്യൂളിലേക്ക് ഒരു ഡെലിവറി നോട്ട് ക്രിയേറ്റ് ആവുന്നു. എന്തിനാണ് ഡെലിവറി നോട്ട്? ഇൻവെന്ററിയിലുള്ളത് പല ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ഇൻവെന്ററിയിലുള്ള ആളുകൾ വേറെ ആയിരിക്കും. അവർക്ക് സെയിൽസ് ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, ലീഡായിട്ട് ബന്ധം ഉണ്ടാവില്ല, ഒന്നുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അവർക്ക് ഓൾറെഡി എന്തൊക്കെ സാധനം ഡെലിവറി ചെയ്യണം, എന്തൊക്കെ സാധനം റിസീവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അവർക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഒരു കൊട്ടേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സെയിൽസ് ഓർഡർ ആയി കഴിഞ്ഞാൽ ഏത് കസ്റ്റമർക്ക് എന്ന് ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റഡ് ആയിട്ട് ഇൻവെന്ററിയിലേക്ക് വരുന്നു. ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, പർച്ചേസ് റിക്വസിഷൻ കൊടുത്ത് പർച്ചേസ് മൊഡ്യൂളിലേക്ക്, അതായത് ആ ഡിപ്പാർട്ട്മെന്റിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനാണ് പർച്ചേസ് റിക്വസിഷൻ. ഈ പർച്ചേസ് റിക്വസിഷൻ പ്രകാരം അവരെന്ത് ചെയ്യുന്നു, ഒരു RFQ നമ്മുടെ വെണ്ടർക്ക്, അതായത് സപ്ലയർക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇൻവെന്ററി മൊഡ്യൂളിൽ നിന്നും തിരിഞ്ഞ് നേരെ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് മൊഡ്യൂളിലേക്ക് വരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ പർച്ചേസ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആരെന്ത് ചെയ്യുന്നു, ഒരു RFQ ജനറേറ്റ് ചെയ്യുന്നു. ആ RFQ പ്രകാരം എന്ത് ചെയ്യുന്നു, ഒരു നമ്മുടെ വെണ്ടർ ഒരു വാല്യൂ, ക്വാണ്ടിറ്റി എന്ന് ഡെലിവറി തരാൻ പറ്റും എന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നുകൊണ്ട് തിരിച്ച് അവരുടെ PO നമ്മൾക്ക് ഇഷ്യൂ ചെയ്യുന്നു. കസ്റ്റമർ PO, അത് വെണ്ടർ PO നമുക്ക് ഇഷ്യൂ ചെയ്യും. അത് പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്ത് ആ RFQ കൺഫേം ചെയ്യുമ്പോൾ അത് നമ്മളുടെ പർച്ചേസ് ഓർഡർ ആയിട്ട് മാറുന്നു. ഈ ഒരു പർച്ചേസ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ ഇൻവെന്ററിയിലേക്ക് വീണ്ടും ഒരു പോപ്പപ്പ് വരുന്നു. ഇന്ന സപ്ലയറിൽ നിന്നും മറ്റൊരു ഇന്ന സപ്ലയറിൽ നിന്നും ഇന്ന ദിവസം, ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഈ പ്രൊഡക്റ്റ് റിസീവ് ആവാനുണ്ട്. അപ്പൊ ഈ ഒരു പോപ്പപ്പ് അവിടെ വരുന്നതിനെയാണ് GRN എന്ന് പറയുന്നത്, ഗുഡ്സ് റിസീപ്റ്റ് നോട്ട്. ആ GRN ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ആ വരുന്ന സ്റ്റോക്ക് അവർ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, അവർ വെയർ ഹൗസിൽ ഇന്നാവുന്നു. ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡെലിവറി നോട്ടിലേക്ക് ഈ പ്രൊഡക്റ്റ് അവർക്ക് വേണ്ടിയിട്ട്, ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ ഡെലിവർ നോട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസീവബിളിന് വേണ്ടിയിട്ടും എക്സ്പെൻസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെയിൽസ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ട്സിലേക്ക് അത് പോകുന്നു. അക്കൗണ്ട്സ് ആയിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് അതിപ്പോ സാറ്റ്ക, ഇപ്പൊ സൗദി ആണെങ്കിൽ സാറ്റ്ക ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഇൻവോയ്സ് യൂസ് ചെയ്യുന്ന പോലെ അവിടുത്തെ ഒരു ഇൻവോയ്സ് സമ്പ്രദായമാണ് സാറ്റ്ക എന്ന് പറയുന്നത്. അത് രണ്ട് ഫേസ് ആയിട്ടാണ്, ഒന്ന് phase 1, ഒന്ന് phase 2. അത് ഈ ഒരു സിസ്റ്റത്തിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ, ഈ വരുന്ന 2026 ഈ പറയുന്ന UAE കൂടി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതെല്ലാം ഈ ഒരു സിസ്റ്റത്തിലും ഓട്ടോമാറ്റഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഓക്കെ, അപ്പൊ പുതിയ പുതിയ വരുന്ന റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അതിന്റെ പേരിൽ.
അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ GRN ഡെലിവറി നോട്ട് റിസീവ് ചെയ്ത് GRN അഗെയിൻസ്റ്റ് ആയിട്ട് വെണ്ടർ ബില്ല് ജനറേറ്റ് ചെയ്യുന്നു. ആ വെണ്ടർ ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെന്റ്സ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് ഫുൾ അക്കൗണ്ട്സ് പർപ്പസ് എല്ലാം ഈ ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുവരുന്നു. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് HR. ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അത് ബയോമെട്രിക് ഡിവൈസ് നമുക്ക് ആഡ് ചെയ്യാം. അത് പ്രകാരം നമ്മൾ അറ്റൻഡൻസ്, ലീവ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ ആ മാനുഫാക്ചറിങ് കമ്പനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് വർക്ക് സെന്റർ, BOM, അതിൽ ഓപ്പറേഷൻസ്, അങ്ങനെ വരുന്ന ക്വാളിറ്റി, അതായത് QC ക്വാളിറ്റി ചെക്ക്, അത് ചെയ്ത് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മെയിൻ വെയർഹൗസിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം തിരഞ്ഞെടുക്കാൻ കാരണം. എന്നാൽ ഇതിൽ മുഴുവനായിട്ടും നമ്മൾ ഇതിൽ നമ്മൾ ഈ ഒരു GCC വാറ്റിൽ നമ്മൾ മുഴുവനായിട്ടും കവർ ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മുഴുവനായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് എന്താണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മറ്റൊരു കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ GCC വാറ്റിലേക്ക് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ വർക്ക് ഫ്ലോ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സോഫ്റ്റ്വെയർ ഈ പറയുന്ന നമ്മുടെ GCC വാറ്റ് മാസ്റ്റർ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കുക, ഈ കോഴ്സ് നിങ്ങൾക്ക് 100% എന്തായിരിക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി 100+ കസ്റ്റമേഴ്സിന് മിഡിൽ ഈസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കും, ഞങ്ങൾ സ്റ്റുഡൻസിനായിരിക്കും, അതായത് നിങ്ങൾക്കായിരിക്കും. അപ്പൊ ധൈര്യപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതല്ല ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്യാപ്പ് ഇല്ലാതെ, ഡേ ടു ഡേ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ മുന്നിൽ നിങ്ങൾ പഠിച്ചിരണം, വീഡിയോസ് കാണണം. എന്നാൽ മാത്രമേ, ഇതൊരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ക്ലാസ്സസ്. ആ കണ്ടിന്യൂ ആയിട്ടുള്ള പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിലത്തെ അക്കൗണ്ടന്റും അവിടുത്തെ ബിസിനസ് സ്ട്രക്ചറും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ GCC വാറ്റിന്റെ മെയിൻ കണ്ടന്റുകളായ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും GCC വാറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.